ഇന്നേ വരെ സംഭവിക്കാത്ത പോലെ അനർത്ഥങ്ങൾ ക്ഷേത്രത്തിൽ വെച്ച് ഉണ്ടാവാൻ കാരണം ഇവൾ ഒറ്റ ഒരുത്തിയ. അതിന് നീ എന്തിനാ ദുർഗയെ കുറ്റം പറയുന്നത്? അതിന് ഇവൾ എന്ത് തെറ്റാ ചെയ്തത്? നാത്തോൻ പറഞ്ഞാ ശരിയാ. ഇവിടെ ഇവളുടെ അമ്മ ഇരിക്കുന്ന സ്ഥലം നശിക്കും, ചുറ്റും നിൽക്കുന്നവരെ നശിപ്പിക്കുകയും ചെയ്യും. എന്റെ ഭാഗ്യം കൊണ്ടാ ജീവൻ തിരിച്ചു കിട്ടിയ. ഈ നാശത്തിനെ കൊണ്ട് ക്ഷേത്രത്തിൽ പോണ്ട ഒരാവശ്യമില്ലായിരുന്നു. മുത്തശ്ശിയുടെ നിർബന്ധം കൊണ്ടല്ലേ കൊണ്ടുപോകേണ്ടി വന്നത്. അതെ, ശരിയാ. ഞാൻ തന്നെയാ നിർബന്ധിച്ചത്. ഇനി എവിടെ പോയാലും ദുർഗയെ കൊണ്ടുപോകണമെന്ന് തന്നെ ഞാൻ പറയും. പിന്നെ ക്ഷേത്രത്തിൽ വെച്ച് നിന്റെ മോള് തീ കത്തിച്ചപ്പോ എന്താ സംഭവിച്ചെന്ന് ഞാൻ പറയണോ? അവസാനം ദുർഗമോള് തീ കത്തിച്ചപ്പോഴല്ലേ ദൈവം പ്രസാദിച്ചത്? മുത്തശ്ശി പറഞ്ഞതാ ശരി. ദേവിയെ പ്രീതിപ്പെടുത്താൻ ദുർഗേച്ചിക്ക് സാധിച്ചിട്ടുണ്ടെന്നും അത് സാധിക്കാതെ പോയത് അക്ഷിത ചേച്ചിക്കാണെന്നും കണ്ടു തന്നെ എല്ലാവർക്കും അറിയാം. വേണ്ട വേണ്ട അബി, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ആഹാ, അത് കൊള്ളാലോ. അണിയറയിൽ നിന്ന് എല്ലാം പറഞ്ഞു പഠിപ്പിച്ച് എന്റെ മോനെ എനിക്കെതിരെ തിരിഞ്ഞ് സംസാരിപ്പിച്ചിട്ട് നീ നല്ല കുട്ടി ചമയുന്നോ? നിന്റെ നാടക അഭിനയൊന്നും എന്റെ അടുത്ത് വേണ്ട. എന്തിനാ വസുമതി ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ദുർഗ എങ്ങനെ വേദനിപ്പിക്കുന്നത്? ഓ, മകളെ പറഞ്ഞപ്പോ നിങ്ങൾക്ക് വേദനിച്ചല്ലേ? എന്റെ മോളെ കത്തിയുടെ മുന്നിൽ നിർത്തിയപ്പോ എന്താ നിങ്ങൾക്ക് നോവാതിരുന്നേ? എവിടെയായിരുന്നു നിങ്ങളുടെ നാവ്? ഇനി ഒരിക്കൽ കൂടി ഇവൾക്ക് വേണ്ടി നീ എന്തെങ്കിലും സംസാരിച്ചാ ഈ വസുമതി ആരാണെന്ന് നീ അറിയും. കേറിപ്പോടാ. ശരിയും തെറ്റും മനസ്സിലാക്കാനുള്ള പ്രായം അവനും ആയതാ. അതുകൊണ്ട് നിന്റെ ഭീഷണിയൊന്നും നടക്കില്ല വസുമതി. മോളെ, നീ വാ.